എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ നോബഡി തിയേറ്റർ റിലീസായി എത്തിയ ഈ പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് സമീർ അബ്ദുള്ള, മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിസാം ബഷീർ, റൊഷാഖ് എന്ന സിനിമയുടെ അതേ അണിയറ ശില്പികൾ. നിസാർ അഹമ്മദിനെ നമുക്കറിയാം. അതിന് മുമ്പേ അദ്ദേഹം കെട്ടിയോളാണ് മലാക എന്നുള്ള സിനിമയാണ്, ആ സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമ രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഈ സിനിമയിലെ അണിയറ ശില്പികളെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ്. ജേക്സ് ബിജോയിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം തുടരും ലോക എന്നുള്ള സിനിമയിലെ BGM അത് കേട്ടവർക്ക് ജേക്സ് ബിജോയിനെ മറക്കാൻ കഴിയില്ല. പിന്നെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ദിനേഷ് പുരുഷോത്തമൻ, അദ്ദേഹം സാമാന്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് രമേശ് അമ്പി. ഈ സിനിമ 2.25 മണിക്കൂർ നീളമുണ്ട്. ആ സിനിമയുടെ ദൈർഘ്യം കുറച്ച് കുറയ്ക്കാനുണ്ട്. അത് എഡിറ്റർ വിചാരിച്ച നടക്കാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ കുറേ കട്ടുകളും ഇതൊക്കെ വരുന്നുണ്ട്. അത് സാമാന്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അത് ബോറാവുന്നുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയാം അവസാനം. പിന്നെ ആർട്ട് അർഷാദ്. ആക്ഷൻ 3 പേരുണ്ട് കൊറിയോഗ്രഫി. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു നിലവാരം ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് നല്ല ഗംഭീരമായിട്ട് കൊണ്ടുപോയൊരു സിനിമയാണ്. ഗംഭീരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീര തുടക്കം. ഒരു ബാങ്ക് റോബറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിലെ നായകൻ പൃഥ്വിരാജ് കുമാറിനെ കുറേ പേര് ചേർന്ന്, കുറേ പേരല്ല 3 പേര് അവരാണ് ബാങ്ക് റോബറി നടത്താൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ അകത്ത് കയറുന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇതിലെ നായിക പാർവതി തിരുവത്താണ്. അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആകെ ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ളൊരു കഥാപാത്രം. ആ ക്യാരക്ടറൈസേഷൻ തീരെ ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു വല്ലാത്ത ഒരു എന്താ പറയുന്നത്, വല്ലാത്തെന്നല്ല, തീരെ ഒരു കൺവിൻസിങ് ആവാത്തൊരു ക്യാരക്ടർ. ഈ സിനിമയുടെ മുഖ്യമായിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് കുമാറിനാണ്. അദ്ദേഹം വളരെ നന്നായിട്ട്, വളരെ ഗംഭീരമായിട്ട് ഈ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് തന്നെ ഷോൾഡർ ചെയ്ത് കൊണ്ടുപോകാൻ അറിയില്ലേ, ആ രീതിയിൽ അദ്ദേഹം ഇതിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. സാധാരണ ഒരു നാടകീയമായ രീതിയിലുള്ള ഡയലോഗുകളും നാടകീയമായ രീതിയിലുള്ള അഭിനയമാണ് സാധാരണ മറ്റുള്ള സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ എൻ്റയർലി ഡിഫറെൻ്റാണ് അദ്ദേഹം. വളരെ റിയലിസ്റ്റിക്കായിട്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇമോഷനും ആ ഒരു ടെൻഷനും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൃഥ്വിരാജ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസുകൾ, അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതിലും നന്നായിട്ട് അദ്ദേഹം ശോഭിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ കഥാതന്ത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ വളരെ ഗംഭീര ബിൽഡപ്പൊക്കെ നടത്തി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്ന ഒരു സിനിമ ഇൻ്റർവെല്ലിന് ശേഷം ഈ ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ അങ്ങനെ ചടപടപടപടാന്ന് പറഞ്ഞിട്ട് താഴെ പോകുന്നു. കാരണം എഴുത്തിൽ വന്ന മിസ്റ്റേക്കാണത്, തിരക്കഥയിൽ വന്ന ടെററാണത്. തിരക്കഥ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെന്ന് പോലും വേണമെങ്കിൽ പറയാം, ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റി. ഒന്നാമത് മീഡിയാസിൻ്റെ അതിപ്രസരം, അത് കാലികമായിട്ടൊരു പ്രശ്നമാണ്. മീഡിയാസിൻ്റെ അതിപ്രസരം മാത്രമല്ല, പിന്നെ ജനങ്ങൾ ഒരു കേസിനകത്ത് അകപ്പെട്ട ഒരു വ്യക്തിയോട്, ഒരു സാധാരണ പൗരനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സംവിധായകൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൽ പണി നൈസായിട്ട് പാളിപ്പോയിട്ടുണ്ട്. റൊഷാഖ് എന്നുള്ള സിനിമ സാധാരണക്കാർക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു കഥാതന്തുമാണ്. കാരണം നമ്മളെ മലയാള പ്രേക്ഷകർക്ക് കണ്ട് അത്ര തന്നെ പരിചയമില്ല. ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അത് വളരെ സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൺവിൻസിങ് ആയിട്ട്, വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ റൊഷാഖിൽ അത് തിരക്കഥാകൃത്തും സംവിധായകനും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു പണി പിടിക്കാനാണ്, അല്ലെങ്കിൽ ആ ഒരു രീതി പിന്തുടരാനാണ് ഈ സിനിമയിലും ഇവർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് വേണ്ടത്ര വിജയിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ കുത്തിത്തിരിക്കുന്നുണ്ട്. പിന്നെ 3 പേര് ആക്ഷൻ ഡയറക്ടേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലെ ഒരു ലിഫ്റ്റിലുള്ളൊരു ഫൈറ്റ് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു രസകരമായിട്ട് തോന്നിയത്. പിന്നെ ബസ്സിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അത് ഒറിജിനൽ നോബഡി എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ബസ്സിൻ്റെ അകത്ത് ഒരു 5-6 പേര് കൂടിയിട്ട് ഒരാളെ ആക്രമിക്കുന്നത്, അയാൾ അവരെ ഇടിച്ച് തോൽപ്പിക്കുന്നതായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. അത് പക്ഷേ വളരെ നാച്ചുറലായിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. ഇതിൽ പുറത്തേക്ക് തെറിച്ച് വീഴുന്ന പൃഥ്വിരാജ് ബസ്സിൽ പിടിച്ച് തൂങ്ങുന്നൊക്കെ ഉണ്ട്.
അത് അത്ര തന്നെ ഒരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ലാഗ് അനുഭവപ്പെടുന്നു ഈ ഇൻ്റർവെല്ലിന് ശേഷം. ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഹക്കീം ഷാജഹാൻ ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശങ്കർ രാമകൃഷ്ണൻ, അശോകൻ നല്ലൊരു റോൾ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ അശോകൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കാണാൻ അദ്ദേഹം വളരെ വയസ്സനായി പോയിരിക്കുന്നു, വയ്യാതായിരിക്കുന്നു അദ്ദേഹത്തിന്. പക്ഷെ എന്നാലും ആ റോൾ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അശോകൻ ചെയ്തിട്ടുണ്ട്. ശങ്കർ രാമകൃഷ്ണൻ അങ്ങനെ വെറുതെ വന്നിട്ട് പോകുന്നത് മാത്രം. പിന്നെ അവസാനം വിജയരാഘവൻ വരുന്നുണ്ട് മുഖ്യമന്ത്രിയായിട്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ അതിനെക്കുറിച്ച് രാഷ്ട്രീയം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മീഡിയ പ്രവർത്തകരെ കുറിച്ച് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹാഷിം ആഷ്മി, സോറി പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി പിടിച്ചിട്ട് അത് ആണ് സംഭവം. പക്ഷേ ആ ഒരു സംഭാഷണം ആ രീതിയിലൊക്കെ അത് ആഷ്മി തന്നെ ആണെന്നുള്ള തോന്നുന്ന വിധത്തിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ ഊക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് രസിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും ഈ സിനിമയിൽ വരേണ്ട കാര്യങ്ങളല്ല. പിന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള കഥ എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ളൊരു കാരണമാണ്. ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്തിനാണ് ബാങ്കിലേക്ക് ആദ്യം പോകുന്നതെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ അവസാനം കൺവിൻസ് ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ചിരി വരും. അത്രയും ദുർബലമാണ് ആ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ പാർവതി തിരുവത്തിൻ്റെ ആ കഥാപാത്രവും അവിടെ എന്താ പറയുന്നത് തീരെ ഒന്നുമല്ലാതായി പോവാണ്. പിന്നെ അവരെ മകളെ 2 മക്കളാണ് അവർക്കുള്ളത്, പെൺമക്കളാണുള്ളത്. അതിൽ മൂത്ത മകളെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ വിട്ടുപോയി. അതിൽ ഇളയ മകൾ ഐറ എന്ന് പറയുന്ന ആ കുട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ സംവിധാനം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ട്വിസ്റ്റ്. ഈ സംവിധായകൻ മറ്റേ ജിത്തു ജോസഫിന് പഠിക്കുകയാണെന്നുള്ളത് തോന്നിപ്പോയി. ഈ ജിത്തു ജോസഫിൻ്റെ സിനിമയിലാണല്ലോ ഒരു ലോജിക്കുമില്ലാത്ത ട്വിസ്റ്റുകൾ കണ്ടമാനുണ്ടാകുന്നു. അത് അധികമുള്ളത് മിറാഷ് എന്ന് പറയുന്ന സിനിമയിലാണ്. അയ്യോ, അത് മടുത്തുപോയി ആ സിനിമ, ശരിക്കും പറഞ്ഞാൽ വെറുപ്പിച്ചോളൂ. അതേപോലെയുള്ള വെറുപ്പിക്കൽ ഇതിലും അവസാനം ക്ലൈമാക്സ് സീനിൽ കടന്നു വരുന്നുണ്ട്. യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു രീതി. അല്ല, സിനിമയിൽ നമ്മൾ 100% ലോജിക്ക് വേണമെന്നുള്ള വാശി പിടിക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സിനിമകളിൽ. പക്ഷേ എന്നാലും മര്യാദകൾ കാണിക്കുന്നതിന് ഒരു മര്യാദ കൊണ്ടിടയ്ക്കുന്നു. മണ്ണാരോ ചോദിച്ച പോലെ ഇതിൽ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്, ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് വെച്ച ആ ഒരു താളം കംപ്ലീറ്റ് ആയിട്ട് വഴിമാറി പോകുന്നു. അങ്ങനെ ഒരു മേക്ക് ചെയ്ത് വെച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ടെക്നിക്കലി ഈസ് ടു ഗുഡ്. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും പിന്നെ ആർട്ട് വർക്കും ക്യാമറ വർക്കും എഡിറ്റിങ്ങും ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തിയേറ്റർ വാച്ച്, ഒരു 1 ടൈം തിയേറ്റർ വാച്ച് മൂവി, അങ്ങനെ ഈ സിനിമയെ പറ്റിയിട്ട് പറയാൻ കഴിയും. OTT വരാൻ കാത്തു നിൽക്കണ്ട. പിന്നെ എൻ്റെ ഈ ഒപ്പീനിയൻ കേട്ടിട്ട് സിനിമ കാണാതിരിക്കണ്ട. ഇതെൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ്. ഇപ്പോൾ വേറൊരാൾക്ക് മറ്റൊരാൾ കാണുമ്പോൾ അത് ചിലപ്പോൾ അത് കണക്റ്റാവും എങ്ങനെയാണെന്നുള്ളത്. അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്കെന്തോ അതിൻ്റെ സെക്കൻഡ് ഹാഫ് അത്ര തന്നെ അങ്ങോട്ട് കണക്റ്റായില്ല. അത് മേക്കിങ്ങിൻ്റെ കുഴപ്പമാണത്, ഡയറക്ഷൻ്റെ പ്രശ്നമാണത്. സംവിധായകനെ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിനിമേൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയും പിന്നെ കുറേ കൂടി എന്താ പറയുന്നത് ഒരു ലോജിക്ക് ഉള്ള രീതിയിൽ തന്നെ ആ സിനിമ മേക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്യാമായിരുന്നു. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈർഘ്യം പറഞ്ഞു 2.25 മണിക്കൂർ. സംവിധായകന് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണ് ഈ സിനിമ നിർത്തേണ്ടതെന്നുള്ളത്. ഇതവിടെ ചവിട്ടിയിട്ട് കിട്ടുന്നില്ല ആണെന്നില്ലേ. അതേപോലെ സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. കാരണം ഇത് ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതുപോലെ തോന്നുന്നു. അവസാനം ക്രാഷ് ലാൻഡ് ചെയ്തിട്ട് സിനിമ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒട്ടും തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത രീതിയിൽ. അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയെ പറ്റിയിട്ട് ഉള്ള എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇപ്പോൾ കാര്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അല്പം മുമ്പേ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കേട്ടു. നമ്മുടെ ഗാനഗോകുലം എസ് ജാനകി അമ്മ അന്തരിച്ചു എന്നുള്ളത് വളരെ ദുഃഖം തോന്നിയത് കേട്ടപ്പോൾ. കാരണം എൻ്റെ ഒരു യോഗം എന്ന് പറയുന്നത് ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരു അനുശോചനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ശ്രീ കെ ഭാഗ്യരാജ് അന്നാണ് അന്തരിച്ചത്. അപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ 3ാമത്തെ ഈ വീഡിയോ. എന്തായാലും ശ്രീമതി എസ് ജാനകിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആദരാഞ്ജലികളും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ ദുഃഖത്തോടു കൂടി തന്നെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.